And Mr. M, the one and only മമ്മൂക്കയുടെ കൂടെ എൻ്റെ സ്വന്തം ഇച്ഛായന് വളരെ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ ടെൻഷനാട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ബേസിക്കലി നമ്മൾ ചെറുപ്പം തുടങ്ങിയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കും. സിനിമയിൽ ഇത്രയും ആരാധനയുള്ള ഒരു വ്യക്തിയുടെ കൂടെ നമ്മളിങ്ങനെ മുഖാമുഖം വരുന്ന ഓരോ ഡയലോഗൊക്കെ പറയുന്നത് വിറയ്ക്കും. എത്രമാത്രം കിടലാണെങ്കിലും നമുക്ക് വിറയ്ക്കും. അപ്പം അങ്ങനത്തെ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ വിറച്ചു. അങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആവാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുമല്ലോ. അപ്പോൾ പൂജയുടെ അന്ന് ജനുവരി 1-ാം തീയതി പൂജയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നു, നാട്ടിലവിടെ ഇരിക്കുകയാണ്. മമ്മൂക്കിനെ കാണാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. IMA ഹാളിൽ വെച്ചാൽ മമ്മൂക്കിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേ നമുക്കൊരു ആ പ്രസൻസ് ഇങ്ങനെ അറിയാം, ഫീൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ മമ്മൂക്ക് ഇങ്ങനെ വരുന്നു, മമ്മൂക്ക് അവിടെ ഇരുന്ന്. അപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്, മമ്മൂക്ക ഇവിടെ മുമ്പത്തെ സീറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ മമ്മൂക്കയുടെ തൊട്ട് പുറകിലായിട്ടായിരിക്കുന്നു. അപ്പോൾ മമ്മൂക്കയുടെ ഇങ്ങനെ അതിൻ്റെ ഒരു എനർജിയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മമ്മൂക്ക സ്റ്റേജിൽ പോയി എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. എല്ലാവരെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും സിനിമയിലെല്ലാവരും വിളിക്കുന്നുണ്ട്. ഡയറക്ടർ തുടങ്ങിയിട്ട് എല്ലാവരും ആർട്ടിസ്റ്റിനെ എല്ലാവരും വിളിച്ച് ഞാൻ കർത്താവ് ഇനിയിപ്പോൾ എന്നെ വിളിക്കില്ലേ, ഇനി പേരെങ്ങാനും വിളിക്കാതെ എന്നുള്ള കുറേ ടെൻഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമയിലുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ വളരെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണല്ലോ ബേസിക്കലി. അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഒടുക്കം ലാസ്റ്റത്തെ പേര് അപ്പോൾ നമുക്ക് പറയുന്നത് വെച്ചാൽ ഇത് എബ്രഹാമിൻ്റെ സന്തതികളിൽ നിന്നാണ്. ഒരു സന്തതി ഞാനും, ഇനിയൊരു സന്തതി ഉണ്ട്, ആൻസൺ പോൾ എന്നുകൊണ്ടാണ് വിളിക്കുന്നത്. എനിക്ക് ആ നിമിഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു നിമിഷം ഭയങ്കര കിടിലൻ ഒരു നിമിഷമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നേരെ സ്റ്റേജിൽ കയറിപ്പോയി. ഞാനിങ്ങനെ വിളിച്ച് തോളത്ത് കൈയിട്ടിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ് ആൻസൺ പോൾ. ആൻസനാണ് ഒരു സന്തതിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടുപേരും ചേട്ടനനിയന്മാരാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് തന്നെ മതി എനിക്ക് ബാക്കിയുള്ള കാലം മൊത്തം സന്തോഷമായിട്ട് ചേട്ടൻ്റെ കൂടെ ആ ഒരു ഫീൽ മാത്രം മതി. ആ ഒരു അതിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് എനർജീസ് ഉണ്ട്. മമ്മൂക്കയുടെ നിന്ന് കിട്ടുന്ന ഒരുപാട് ലൊക്കേഷനിലാണെങ്കിലും ഒരുപാട് എനർജീസ് ഉണ്ട്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസും ആ ഒരു ഡൗൺ ടു എർത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് പഠിച്ചു കേട്ടോ. ഒരു 80 days ഒക്കെ പുള്ളിയുടെ കൂടെ പിന്നല്ല ഞാൻ ഇങ്ങനെ പോയി അവിടെ ഇരിക്കും, കണ്ടൊക്കെ പഠിക്കും. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു 80 days ആയിരുന്നു. ഞാൻ പിന്നെ ചില സമയത്ത് മമ്മൂക്ക ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം, അയ്യോ മമ്മൂക്ക ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വളരെ സന്തോഷമായിട്ടുള്ളൊരു സംഭവമാണ്. മമ്മൂക്കയുടെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടനനിയൻ ബന്ധം ഉണ്ട്. സോ ദാറ്റ് ഈസ് ഗുഡ്. പരകായ പ്രവേശത്തിൽ താല്പര്യമുള്ള ആളാണോ? അതെന്ത് പറ്റി അങ്ങനെ ചോദിച്ചത്? ഞാനിങ്ങനെ കുറെ വായിച്ചിട്ടുണ്ട്, ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്ന്. അതൊക്കെ ശരിയാണോ എന്നുള്ളത് നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ. അതെ, അതിന്റെ രീതിയിൽ സെൽഫായിട്ട് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതിനോടുണ്ടാവുന്ന പോസിറ്റീവ്സ് എന്തൊക്കെയാ അങ്ങനെ ചെയ്യുമ്പോൾ? അതിലുണ്ടാവുന്ന പോസിറ്റീവ്സ് നമുക്ക് കുറച്ചും കൂടി ആ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ മിനിറ്റിൽ നമുക്ക് മാറാൻ അങ്ങനെയൊന്നും വലിയ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്യാരക്ടർ ആവാനൊക്കെ ഒരു ചെറിയ രീതിയിൽ നോക്കും. ഞാൻ ഈ ആട് 2 എന്ന് പറഞ്ഞ സിനിമയിൽ ടോട്ടലി ഒരു മേക്ക് ഓവറിലായിരുന്നു. അപ്പം അത് ചെയ്യുന്ന സമയത്ത് എന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഞാൻ ഷൂട്ടിലില്ലാത്ത സമയത്തൊക്കെ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ചവച്ച് മറ്റേ പാക്കൊക്കെ തുപ്പുന്ന എപ്പോഴും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ കുറച്ച് കാലം നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു ലുക്കിലാണ് ഞാൻ എബ്രഹാമിൻ്റെ സന്തതികളിൽ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സംസാരത്തിനൊക്കെ വേണ്ടി ഞാൻ ഹനീഫിക്കേനും ആൻഡോ ചേട്ടനെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ആ ലുക്കിലാണ് പോകുന്നത്. അപ്പോൾ പിന്നീട് സിനിമയ്ക്കും തുടങ്ങി കുറച്ച് കാലത്തിന് ശേഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഇവനോണ്ട് ഈ ലുക്കിൽ മമ്മൂക്കയുടെ അനിയനൊക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പം അങ്ങനെ
ഒരു ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ഞാൻ ക്യാരക്ടേഴ്സ്. അപ്പൊ അതിനുവേണ്ടി എബ്രഹാമിന്റെ സന്തതികൾ ചെയ്യാൻ വേണ്ടി എന്ത് പ്രിപ്പറേഷനാ ചെയ്തത്? എബ്രഹാമിന്റെ സന്തതികൾ ചെയ്യാൻ ഞാൻ മമ്മൂക്കയുടെ അനിയനാണെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര വിനയം, ഇത്ര വിനയുള്ള ആളെ ഞാൻ ആദ്യമായിട്ട് കാണാം. യു ആർ റൈറ്റ് അല്ലേ? അങ്ങനെ ഒരു ഉള്ളില് നമ്മൾ ആ ക്യാരക്ടറിനെ വിചാരിക്കുമ്പോൾ തന്നെയാണ് തോന്നുന്നു അതെ അതെ പുറത്തേക്ക് ഉണ്ടാവുക. അങ്ങനെയൊക്കെ അല്ലേ അറിയില്ല.